എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ മലയാളിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ശ്രീത്ത് പണിക്കരാണുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹണി റോസിനെ കുറിച്ചാണ്. ഹണി റോസ് കൊടുത്ത പരാതിയെ കുറിച്ചാണ്. അതായത് ഹണി റോസ് എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രശസ്ത നടികളിൽ ഒരാളാണ്. ഹണി റോസ് കഴിഞ്ഞ ദിവസം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിലെ ചില വാചകങ്ങൾ സത്യത്തിൽ എടുത്തു പറയാതെ ഈ ചർച്ച ആരംഭിക്കാനാവില്ല. അതിങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ നേരെ വരും അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാരെ. നിയമം അനുശാസിക്കുന്ന എല്ലാ സാധ്യതകളും പഠിച്ച് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും എന്നാണ് ഹണി റോസ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ വസ്ത്ര സ്വാതന്ത്ര്യം അതിലേക്ക് കടന്നു കയറി അതിനെ നോക്കി പല്ലിളിച്ച് കാണിച്ച് ഞരമ്പ് വർത്തമാനം പറയുന്ന ധാരാളം ആളുകളെ ഹണി റോസിന്റെ കമന്റ് ബോക്സിൽ നമുക്ക് പരാതി കൊടുക്കും മുൻപ് വരെ കാണാമായിരുന്നു. എന്നാൽ ഇന്നലെയും മുന്യാന്നുമായി ഹണി റോസ് ഇട്ട പോസ്റ്റുകൾക്കടിയിൽ ഹണി റോസിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന കമന്റുകൾ ധാരാളമായി വരികയാണ്. പോസിറ്റീവ് കമന്റുകളാണ് കൂടുതൽ. നെഗറ്റീവ് കമന്റുകൾ ഇടുന്നവർക്ക് ഒന്ന് പേടിച്ചിട്ടുണ്ട് 1-2 അറസ്റ്റുകൾക്ക് ശേഷം എന്നാണ്. എന്റെ ചോദ്യം ഇതാണ്: അതായത് ഒരു വ്യക്തിക്ക് തനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യ അവകാശവും ഈ നാടും ഭരണഘടനയും നൽകുന്നുണ്ട്. ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ, ഒരു സ്ത്രീക്ക് നേരെ നിങ്ങൾക്ക് വെർബൽ റേപ്പ് നടത്താൻ ഈ നാട്ടിലെ ഞരമ്പന്മാർക്കൊക്കെ ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു സ്ത്രീ തനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചതിനർത്ഥം നിങ്ങൾക്കൊക്കെ ഈ സമൂഹത്തിന് എന്തും വിളിച്ചു പറയാം എന്നാണ്. മനുജ, വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ കുറേയധികം ആൾക്കാർ ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് അവർ ഏത് തരത്തിൽ നിർദ്ദേശിക്കുന്നുവോ ആ തരത്തിലുള്ള വസ്ത്രങ്ങൾ മാത്രമേ ഇവിടെ സ്ത്രീകൾ, അവരുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾ പോലുമല്ല, മറ്റുള്ള എല്ലാ സ്ത്രീകളും അത് മാത്രമേ ധരിക്കാവൂ എന്ന രീതിയിലത്തേക്ക്, കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് വളർത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഷവനിസം അല്ലെങ്കിൽ ഒരു പുരുഷാധിപത്യം എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവണത നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരിൽ കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇവർക്ക് നൽകുന്ന ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഈ പരിധികളില്ലാത്ത സ്വാതന്ത്ര്യം എന്ന നിലയ്ക്കാണ് ഈ പല ആൾക്കാരും ഇതിനെപ്പറ്റി വിശ്വസിക്കുന്നത് തന്നെ. പിന്നെ അതിൽ കൂടാതെ ഫേക്ക് ഐ ഡികൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വേണമെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ സ്വന്തം ഐ ഡിയിൽ നിന്നാണെങ്കിലും ഫേക്ക് ഐ ഡിയിൽ നിന്നാണെങ്കിലും ഈ രീതിയിലത്തേക്കുള്ള സദാചാര വിളംബരം നടത്തുന്ന നിരവധി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരാണ് പൊതുവെ തീരുമാനിക്കുന്നത് ഏതൊരു സ്ത്രീയും, അത് ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ സാധാരണ സ്ത്രീ ആയിക്കോട്ടെ, അവരെന്ത് വസ്ത്രം പബ്ലിക്കായിട്ട് ധരിക്കണം, അല്ലെങ്കിൽ എന്ത് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് മാന്യമാണ്. ഇവരാണ് ഈ മാന്യതയൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്ത് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് മാന്യമാണ്, ഏത് വസ്ത്രം ധരിക്കാൻ പാടില്ല, ആരൊക്കെ ഏതൊക്കെ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, നിങ്ങൾക്കിത് ചേരുന്നുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ അഭിപ്രായം പറയുന്നത് ഇവരാണ്. ഇക്കൂട്ടർ മനസ്സിലാക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്ന് അഭിനയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യക്തിയുടെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണഘടനാദത്തമായിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യമാണ്. പൊതുസ്ഥലത്തേക്ക് ഒരാൾ പോകുന്ന സമയത്ത് അയാൾ ഏത് രീതിയിലത്തേക്കുള്ള വസ്ത്രം ധരിക്കണം, ഏത് രീതിയിൽ കണ്ടക്ട് ചെയ്യണം, എങ്ങനെ നടക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ മാന്യമല്ലാത്ത രീതിയിലത്തേക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട് നമുക്കൊരു പൊതുരംഗത്തേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതറിയാം. ഈ മാന്യമായ വസ്ത്രം എന്താണ് എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളതല്ല എങ്കിൽ പോലും നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന മാന്യമായിട്ടുള്ള ഒരു വസ്ത്രം, ഒരു ഒക്കേഷന് നമ്മൾ പോകുന്ന സമയത്ത്, ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത്, ഇപ്പോൾ പറയുന്ന പോലെ ഒരു ഉദ്ഘാടനത്തിന് പോകുന്ന സമയത്തൊക്കെ തന്നെ എന്തൊക്കെ വസ്ത്രം ധരിക്കാം എന്ന് പറഞ്ഞാൽ പൊതുവിൽ സ്വീകാര്യമായിട്ടുള്ള എല്ലാ വസ്ത്രവും ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുള്ള വ്യക്തികൾക്കുണ്ട്. അപ്പോൾ അതുപോലും അവർക്ക് നൽകാതെ അവരെക്കുറിച്ച് മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തുക, ഒരുപക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് കടുത്ത പരാമർശങ്ങൾ മുൻപ് ഉണ്ടായിട്ടില്ല എന്നത് ഇനി തുടർന്നും അവരെ ഈ രീതിയിലത്തേക്ക് അസഭ്യം പറയുന്നതിനുള്ള ഒരു ലൈസൻസ് ആണ് എന്ന് കണക്കാക്കിക്കൊണ്ട് കുറേയധികം ആൾക്കാർ ഇങ്ങനെ സദാചാരം വിളമ്പുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റ ഒരു കനത്ത തിരിച്ചടി എന്ന രീതിയിലാണ് ഞാൻ ഈ വിഷയത്തിനെ കാണുന്നത്. കാരണം ഇത് ആദ്യമായി പ്രതികരിക്കുന്ന ഒരു നടിയൊന്നുമല്ല ഹണി റോസ്. മുമ്പ് പല നടിമാരും, എനിക്ക് ഓർമ്മയുണ്ട്, അനുമോൾ എന്ന് പറയുന്ന നടി ഇതേപോലെ തന്നെ അവരുടെ ചില ഫോട്ടോകളൊക്കെ തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് മോശമായ കമൻറ്റുകൾ നടത്തിയിരുന്ന ആൾക്കാരോട് അതിരൂക്ഷമായി തന്നെ അവർ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഒരു പോലീസ് നടപടിയുമായി പോവുകയും ഇത്തരക്കാരെ പറ്റിയൊക്കെ അറസ്റ്റ് ചെയ്യുക, അവരെ പറ്റി അന്വേഷണം നടത്തുക, ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ അല്ലെങ്കിൽ അക്കൗണ്ടുകളൊക്കെ തന്നെ കൃത്യമായി നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗമായി മോണിറ്റർ ചെയ്യുക തുടങ്ങിയ കുറേയധികം കാര്യങ്ങളിലേക്ക് എത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമ നടപടി ഒരുപക്ഷെ സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരുപക്ഷെ ആരും തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. അവിടെയാണ് ഹണി റോസ് പറയുന്നത് പോലെ സ്വയം ഒരു യുദ്ധപ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ അവർ ചെയ്യാൻ പോകുന്നത് ഒരു വിപ്ലവമാണ് എന്ന രീതിയിലത്തേക്ക് നമ്മൾ കാണേണ്ടി വരുന്നത്. ഇതിൽ നമ്മുടെ നാട്ടിലെ പുരുഷന്മാർക്ക് വളരെയധികം നാണക്കേട് തോന്നേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ യുദ്ധപ്രഖ്യാപനം എന്ന് പറയുന്നത് വസ്ത്ര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഇതെല്ലാം തന്നെ ഭരണഘടനാദത്തമായി അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തിരുന്നിട്ട് ഇങ്ങനെ ഒരു സ്ത്രീക്ക് പരസ്യമായി ഒരു യുദ്ധത്തിന് ഞാൻ ഇറങ്ങുകയാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വരികയാണ്.
അപ്പോൾ അത് ചെയ്യേണ്ടി വരുന്നതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള പുരുഷവർഗം മോശമായി പെരുമാറുന്നത് കൊണ്ടാണ്. ഇത് പൂർണ്ണമായിട്ട് പുരുഷവർഗവുമല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം വളരെ ജെനുവിനായിട്ടുള്ള ചില സ്ത്രീ പ്രൊഫൈലുകളിൽ നിന്ന് ഈ ഇവർ ധരിക്കുന്ന വസ്ത്രങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു കൺവെൻഷണൽ മൈൻഡ് സെറ്റ് ഉണ്ട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. ഒരു സ്ത്രീ ഏതൊക്കെ വസ്ത്രങ്ങൾ ധരിക്കാം, ഏതൊക്കെ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, ഏത് വസ്ത്രം പ്രശ്നം ഇവരും ഒളിച്ചിരുന്നത് ആസ്വദിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിനകത്തെ. ആസ്വദിക്കുകയും ചെയ്യും, അവർക്കത് ഇഷ്ടവുമാണ് ഇടുന്നത്. പിന്നെ അതിന്റെ കൂടെ സദാചാര ആങ്ങളമാർ കളിക്കുകയും കൂടെ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അല്ല, തീർച്ചയായിട്ടും. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരെ പറയുന്നതിനുള്ള വാക്കാണ് ഈ ഞരമ്പന്മാർ എന്ന് പറയുന്നത്. കാരണം അത്തരത്തിലുള്ള ആൾക്കാർ പലപ്പോഴും മോശം കമൻറ്റുകളിടും. ഇത് എവിടെയുണ്ടോ അതെല്ലാം തേടി പിടിക്കും. എന്നിട്ട് മറ്റുള്ള ആൾക്കാരോട് പറയുന്ന സമയത്ത് സദാചാരം ഒരുപക്ഷെ പറയും, സദാചാരത്തിൻ്റെ പേരിലാണ് ഉപദേശിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഇത് പറയുമ്പോൾ ഈ ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ മാന്യമായ വസ്ത്രധാരണം എന്താണ്, ഏത് തരത്തിലുള്ള വസ്ത്രം ധരിച്ചാൽ ഞങ്ങൾ വിമർശിക്കില്ല, ഏത് തരത്തിലുള്ള വസ്ത്രം ധരിച്ചാൽ ഞങ്ങൾ വിമർശിക്കും, അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ അടുത്ത ലെവലാണ് ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മാനഭംഗത്തിനിരയായാൽ അതവർ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്. കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിരുന്ന സമയത്ത് അവിടെയും വന്ന് ചില ആൾക്കാർ പറയുന്ന കമൻറ്റുകളുണ്ട്. അതായത് ചില വസ്ത്രങ്ങളൊക്കെ തന്നെ പ്രകോപനപരമാണ്, ഒരു സ്ത്രീയുടെ ശരീരഘടന എന്ന് പറയുന്നത് തന്നെ പുരുഷനെ പ്രചോദിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ആകർഷണം ഉണ്ടാക്കുന്ന രീതിയിലാണ്. അപ്പോൾ ആ ആകർഷണം തോന്നുന്നതിന് പുരുഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ള വളരെ സൈക്കോളജിക്കലായിട്ടുള്ള പല അപ്രോച്ചും നടത്തുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ ഇതിൽ ഇവർ ചെയ്യുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരു സ്ത്രീ എന്ന് പറയുന്നത് മൂടിക്കെട്ടി നടക്കേണ്ടതാണ്. അല്ലാതെ ഞങ്ങളുടെ ദൃഷ്ടി എവിടെ പതിയുന്നോ അവിടെ ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്ത് അഭിപ്രായവും പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. ഇത്തരക്കാരാണ് ഒരുപക്ഷെ, അത് കേവലം ഈ സോഷ്യൽ മീഡിയ കടന്നലുകളിൽ മാത്രമല്ല, നമ്മുടെ ഭരണനിർവഹണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്, രാഷ്ട്രീയക്കാരിലുണ്ട്, കോടതികളിൽ പോലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീ മാനഭംഗത്തിനിരയായി കഴിഞ്ഞാൽ അത് അവരുടെ വസ്ത്രധാരണം കൊണ്ടാണ്, വസ്ത്രം ധരിക്കുന്നത് കുറച്ചുകൂടെ നന്നായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊരു മെൻറ്റാലിറ്റിയാണ്. ഈ മെൻറ്റാലിറ്റി ഇവിടെയുള്ള കുറേയധികം ആൾക്കാർക്കുണ്ട്. അത് മാറാതെ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ നിലയ്ക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ ഹണിറോസിൻ്റെ ഈ ഒരു പരാതിയുടെ പുറത്ത് കുറേയധികം അറസ്റ്റുകൾ ഉണ്ടായാൽ ഈ ആൾക്കാരുടെയൊക്കെ പേര് വിവരങ്ങൾ, അവരുടെ കുടുംബ വിവരങ്ങളൊക്കെ തന്നെ എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ കുറേയധികം സദാചാര ആംഗളമാർ കുറച്ച് കാലത്തേക്കെങ്കിലും ഒരു സെൽഫ് റെസ്ട്രെയിൻറ്റ് സ്വീകരിക്കുമെന്ന് കരുതാം. പക്ഷേ ഇതൊന്നും തന്നെ അനുസ്യൂതമായിട്ട് അങ്ങനെ നിലനിന്ന് പോകുന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഹണിറോസിനും ഇത് അവസാനിപ്പിക്കേണ്ടി വരും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകളുണ്ട്. ഇതിൻ്റെ പിന്നാലെ എല്ലായ്പ്പോഴും പോകാൻ ഒരുപക്ഷെ അവർക്ക് സാധിച്ചു എന്നിരിക്കുന്നില്ല. മറ്റു പല ആൾക്കാരും ഇതേപോലെയുള്ള സമാനമായിട്ടുള്ള കമൻറ്റുകൾ നേരിടുന്ന ആൾക്കാരുണ്ട് എങ്കിലും അവർ കൂടി മുന്നിലേക്ക് വന്ന് ഇതൊരു കൂട്ടായ്മയായി മാറിയില്ല എങ്കിൽ ഇതൊരു ഒറ്റയാൾ പോരാട്ടം അല്ലെങ്കിൽ ഒറ്റയാൾ യുദ്ധം എന്ന രീതിയിലത്തേക്ക് മാത്രം തുടങ്ങുകയും ഒടുങ്ങുകയും ചെയ്യും. അങ്ങനെയാണ് എങ്കിൽ ഇത് ഏതൊരു സമയത്ത് ഡള്ളാകുന്നോ ആ സമയത്ത് ഈ സദാചാര ആംഗളമാർ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് കാണാം. അതല്ല എങ്കിൽ ഫേക്ക് ഐഡികൾ വെച്ചിട്ട് അത് ബസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം എളുപ്പമല്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള സൈബർ അറ്റാക്ക് ഒരുപക്ഷെ അവർ നേരിടാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ സൈബർ അറ്റാക്ക് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാരെ പറ്റി മാത്രമാണ്. പക്ഷേ സൈബർ അറ്റാക്ക് അല്ലാതെ സ്വന്തം പ്രൊഫൈലിൽ നിന്ന് വളരെ മാന്യനാണ് ഞാനെന്ന് ധരിക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പല മുതലാളിമാരും ഇതേപോലെയുള്ള അശ്ലീലം കലർന്ന കമൻറ്റുകൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ തന്നെ പരസ്യമായി പറയുകയും അതിലിങ്ങനെ ഈ നടിക്കൊരു വിമർശനമുണ്ട് എന്ന് പറയുന്ന സമയത്ത് താൻ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് പറയുന്ന സമയത്ത് ആ സ്ത്രീയെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായി കൂടുതൽ ആക്രമിക്കാനാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരക്കാർക്കൊക്കെ കൂടുതൽ പബ്ലിസിറ്റി നൽകുന്നത് ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കുറേയധികം നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ നൂതന മാധ്യമങ്ങൾ എന്നൊക്കെ പറയുന്ന കുറേയധികം യൂട്യൂബ് ചാനലുകളുണ്ട്. അത്തരത്തിലുള്ള ചാനലുകളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ത്രീകളെ മോശമായ രീതിയിലത്തേക്കുള്ള ആംഗിളുകളിൽ കവർ ചെയ്യുന്നതിനും അതിന് കൂടുതൽ പ്രചാരണം വരുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആൾക്കാരെ കുറ്റം പറയുന്നതോടൊപ്പം തന്നെ അങ്ങനെ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ആംഗിളുകളിൽ കൃത്യമായി അത് റെക്കോർഡ് ചെയ്യുകയും അതിന് ചേരുന്ന രീതിയിലത്തേക്കുള്ള തംബ്നെയിലുകൾ ഉൾപ്പെടെ അതിൽ കൊടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഈ ഒരു പ്രവൃത്തി മൂലം കൂടുതലായിട്ടുള്ള സോഷ്യൽ മീഡിയ റീച്ച് കിട്ടുന്നതിനും അതുവഴി വരുമാനം കിട്ടുന്നതിനും ശ്രമിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അതേപോലെ മേൽപ്പറഞ്ഞ വളരെ വികലമായ മനസ്സുള്ള ബിസിനസ്സുകാരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത് പറയുകയാണ്. അതല്ല എങ്കിൽ നമ്മുടെ സാമൂഹ്യ ക്രമത്തിൽ ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന വ്യക്തിക്ക് യാതൊരു വിധത്തിലുള്ള സ്ഥാനവും ഒരു സാമൂഹ്യ വിഷയത്തിൽ പറയാനായിട്ട് നമ്മൾ നൽകേണ്ടതില്ല.
എങ്കിൽ പോലും ക്യാമറയും മൈക്കും പിടിച്ച് അവരുടെ മുന്നിലേക്ക് പോവുക, അവരോട് അതിൻ്റെ അഭിപ്രായം ചോദിക്കുക, അവർ പറയുന്ന അശ്ലീല പരാമർശങ്ങളെ തിരിച്ചൊന്ന് ചോദിക്കുക, ഒന്ന് ചോദ്യം ചെയ്യുക പോലും ഇല്ലാതെ അത് കേട്ടുകൊണ്ട് ഇന്നയാൾ പറഞ്ഞത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു റീൽ ഉണ്ടാക്കി അതിനെ കൂടുതൽ പ്രചരിപ്പിക്കുക എന്ന രീതിയിലേക്ക് പോകുന്ന കുറേയധികം ആൾക്കാരുണ്ട്. ഇത് കാണിക്കുന്നത് പൊതുവേ നമ്മുടെ സൈബർ ഇടത്തിലാണെങ്കിലും പൊതു ഇടത്തിലാണെങ്കിലും ആൾക്കാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ ഉണ്ടാകേണ്ടുന്ന റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്താണോ അതിനെപ്പറ്റി ഒന്നുകിൽ ആൾക്കാർക്ക് ധാരണയില്ല, അതല്ല എങ്കിൽ ധാരണ ഉണ്ടായിട്ടും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ചിന്തയുള്ള ആൾക്കാരുണ്ട്. ഇത്തരക്കാർക്ക് മൂക്കുകയറിടുക എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഹണിറോസ് ഒരു ചടങ്ങിൽ ഉദ്ഘാടനത്തിന് പോകുന്നതല്ല പ്രശ്നം, മറിച്ച് അവരെ മോശമായ ആംഗിളുകളിൽ ചിത്രീകരിച്ച് അത് ആൾക്കാരിലേക്ക് ഈ നേരത്തെ പറഞ്ഞ ഞരമ്പൻ കാറ്റഗറിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഇതിലുള്ള ഉത്തരവാദിത്തം കൂടിയുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഹണിറോസ് പരാതി കൊടുക്കുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയ കടന്നലുകൾക്കെതിരെ മാത്രമല്ല ഈ ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാർ അതേപോലെ തന്നെ മോശമായ ആംഗിളുകളിൽ ഇവരെ ചിത്രീകരിച്ച് അതിന് പ്രചരണം കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന നവമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാർക്കെതിരെയും അവരുടെ യുദ്ധം എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ഇപ്പം മുതലാളിമാരെ കുറിച്ച് പറയുന്നു, ഇവിടെ ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതൊക്കെ എന്താ പറയുക, സാധാരണക്കാരായ ഞരമ്പന്മാരാണ്. അതായത് അത്ര വലിയ സ്വാധീനമില്ലാത്ത ആളുകളാണ്. ഇവരും അറസ്റ്റ് ചെയ്യപ്പെടണം, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഈ സിസ്റ്റത്തിനൊരു പ്രശ്നമുണ്ട്. ഇത് പരാതി കൊടുത്താൽ പോലും കേസ് അന്വേഷണം നാളുകളോളം മുന്നോട്ട് കൊണ്ടുപോകുന്നു, അറസ്റ്റുകളുടെയൊക്കെ പദ്ധതി. ഇപ്പം AMMA അമ്മ വിഷയത്തിലൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടതാണ്. ഈ ഉയർന്ന തരത്തിലുള്ള ഡിഗ്രി കൂടിയ അക്കൗണ്ടിൽ പണം കൂടുതലുള്ള ഞരമ്പന്മാരെ പിടിക്കാൻ സിസ്റ്റത്തിന് പേടിയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത്തരത്തിലുള്ള ഞരമ്പന്മാർക്ക്, അതായത് ഹൈഗ്രേഡ് ഞരമ്പന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു പരാമർശം അത് ദ്വയാർത്ഥ പ്രയോഗം തന്നെയാണ് എന്ന് പൊതുസമൂഹത്തിന് അറിയുമ്പോൾ പോലും അത് ദ്വയാർത്ഥ പ്രയോഗം തന്നെയാണ് എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്നവർക്കറിയാം. ഇപ്പോൾ ഒരു വ്യക്തിയെ, അവരെ കുന്തി ദേവിയോടാണ് ഞാൻ ഉപമിച്ചിരിക്കുന്നത്. എനിക്ക് അവരെ കാണുന്ന സമയത്ത് കുന്തി ദേവിയുമായി ബന്ധപ്പെട്ട കഥകളാണ് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞാൽ അത് ദ്വയാർത്ഥ പ്രയോഗമാണ് എന്ന് കോടതിയിൽ വാദിക്കാമെങ്കിലും തെളിയിക്കാൻ എളുപ്പമല്ല. അപ്പോൾ ഇത് കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഹൈഗ്രേഡ് ഞരമ്പന്മാർ ഇതേ രീതിയിലത്തേക്കുള്ള പരാമർശം നടത്തുകയും ആ പരാമർശം തുടർച്ചയായിട്ട് ആവർത്തിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കണ്ടു, അത് സഭ്യേതരമാണ്. അതായത് പറയാൻ പോലും കഴിയാത്ത രീതിയിലത്തേക്ക് ഇയാൾ തന്നെ ഇതിനെ ന്യായീകരിക്കുന്നുണ്ട്. അതായത് പല ആൾക്കാരും എന്നോട് ഇവരെ ഒരു ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്ന സമയത്ത് ഇന്ന സംഭവങ്ങൾ നടന്നോ എന്ന രീതിയിലാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ കരുതുന്ന ദുഷിച്ച മനസ്സിന് ഉടമകളായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, അവരങ്ങനെയല്ല എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് ഇവരോട് ചോദിച്ചു, ഇദ്ദേഹത്തിനോട് ചോദിച്ചു എന്ന് പറയുന്ന ഈ ചോദ്യങ്ങൾ ഇത്രത്തോളം എലാബറേറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ ആവശ്യം എന്താണ്? അതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ആ സ്ത്രീയെ വീണ്ടും അപമാനിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം പറയുകയാണ്. പക്ഷേ അതിൻ്റെ യാതൊരു വിധത്തിലുള്ള ലയബിലിറ്റിയും തനിക്കില്ല എന്ന് സ്ഥാപിക്കുന്നതിന് കൂടിയാണ്. കാരണം മറ്റുള്ള ചില ആൾക്കാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ പറഞ്ഞത് ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്, അല്ലാതെ എനിക്ക് അവരെ ശാരീരികമായിട്ട് മോശം പ്രയോഗം നടത്തുന്നതിനോ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നതിനോ യാതൊരു വിധത്തിലുള്ള ഉദ്ദേശവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ഞാൻ കേമനാണേ എന്ന് നടിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായി കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കേസ് ഒരുപക്ഷെ നിലനിൽക്കണമെന്നില്ല. അതുകൊണ്ട് ഹൈഗ്രേഡ് ഞരമ്പന്മാർക്ക് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുന്തിദേവിയായി തോന്നി, അതെൻ്റെ തോന്നലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരാളിനെ ശിക്ഷിക്കാൻ കഴിയില്ലല്ലോ. കുന്തിദേവി എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു പദപ്രയോഗവുമല്ല. പക്ഷേ ഇങ്ങനെ തന്നെ കൊടുക്കുന്ന ചില ഇൻ്റർവ്യൂകളിൽ ഇദ്ദേഹം തന്നെ ചില കൈക്രിയകൾ കൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ പറയാതെ തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെപ്പറ്റി ഹൈഗ്രേഡ് ഞരമ്പന്മാർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വതന്ത്രമായി പുറത്ത് വിലസിക്കും. പക്ഷേ മറ്റ് ലോ ഗ്രേഡ് ഞരമ്പന്മാരുണ്ടല്ലോ, ഇത്തരത്തിലുള്ള ആൾക്കാർ ഇതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം യാതൊരു വിധത്തിലുള്ള ഇത്തരത്തിലുള്ള നമ്മൾ ഈ പറയുന്ന പ്രിക്കോഷൻസ് എടുക്കാതെ വായി തോന്നുന്നതെല്ലാം കോതയ്ക്ക് പാട്ട എന്ന മട്ടിൽ അവർ പറയും. അവരഭിപ്രായം പറയും, അവരത് കമൻ്റായിട്ടിടും, ഡയറക്റ്റായിട്ടുള്ള ഒഫൻസ് ആകും, അത്തരക്കാർ അകത്ത് പോവുകയും ചെയ്യും. ഇപ്പോൾ മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പണവും സ്വാധീനവും ഒരു ഘടകമാണ്. അതിനോടൊപ്പം തന്നെ ഇവർക്കറിയാം എന്ത് പറഞ്ഞാൽ പെട്ടുപോകും, എന്ത് പറഞ്ഞാൽ പെട്ടുപോകില്ല എന്നതിനെപ്പറ്റി അവർക്കറിയാം. ആ ധാരണ ഇവരെ അനുകരിക്കുന്ന, അല്ലെങ്കിൽ ഇവർക്ക് പറയാമെങ്കിൽ ഞങ്ങൾക്കും പറയാമല്ലോ എന്ന് പറയുന്ന ലോ ഗ്രേഡ് ഞരമ്പന്മാർക്ക് ഇല്ലാത്തത് കൊണ്ട് അവന്മാർ പെട്ടുപോവുകയും ചെയ്യും, മറ്റുള്ള ആൾക്കാർ സുഖമായിട്ട് നടക്കുകയും ചെയ്യും, വീണ്ടും ഇതേ കാര്യം തന്നെ പറയുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു റെസ്ട്രെയിനിങ് ഓർഡർ ഒന്നും തന്നെ ആരും ഇഷ്യൂ ചെയ്യുന്നതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ ഇന്ന ആളിനെ പറ്റി ഇനി സംസാരിക്കാൻ പാടില്ല എന്ന രീതിയിലേക്കുള്ള ഒരു റെസ്ട്രെയിനിങ് ഓർഡർ ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇടുന്ന ഒരു പതിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയും അയാൾ ഇത്തരത്തിലുള്ള അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങളുമായിട്ട് പോകും. പക്ഷേ അതിൽ ഏതൊക്കെയാണ് നിയമപരമായിട്ടുള്ള കുരുക്കാകുന്നത് എന്നതിനെപ്പറ്റി അയാൾക്ക് ബോധ്യമുണ്ടാകും.
അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുക, അയാൾ ആ കാര്യങ്ങളിൽ തനിക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് സ്ഥാപിക്കുന്ന രീതിയിലത്തേക്ക് പറയുകയും ചെയ്യും. അങ്ങനെ ഇവിടെ ഹണിറോസിൻ്റെ ക്യാരക്ടർ വളരെ നല്ലതാണ്, അവർ മോശം സ്ത്രീ അല്ല, ഞാനും അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി മറ്റു ചില ആൾക്കാർ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീക്ക് അങ്ങേയറ്റം അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് ആവർത്തിക്കുക. ഇതൊക്കെ നൂതന സങ്കേതങ്ങളാണ്. ഈ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പകൽമാന്യന്മാർ വീണ്ടും ഇവരെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കും എന്ന് മാത്രമേ കരുതാനുള്ളൂ. ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ നാട്ടിൽ അറിയില്ലാത്ത ആളുകൾ വളരെ കുറേ. ഒരുപാട് നിയമ സംവിധാനങ്ങളുണ്ട് ഇവിടെ. സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പം സ്പെഷ്യൽ കാറ്റഗറി ഓഫ് പോലീസിംഗ്, പിങ്ക് പോലീസ് എന്നൊക്കെ പറഞ്ഞ അതിനോടൊക്കെ വ്യക്തിപരമായി രാഷ്ട്രീയപരമായി നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും സ്ത്രീ സുരക്ഷയെ കുറിച്ച് അറിയില്ലാത്ത ആളുകൾ അതിന് ധാരാളം പദ്ധതികളുമുണ്ട്. എന്നാൽ പോലും ചോദിക്കട്ടെ, ഈ ഓൺലൈൻ ഇടങ്ങളിലെ സ്ത്രീ സുരക്ഷ അതിനുള്ള ഇപ്പൊ സിസ്റ്റത്തിന്റെ ഒരു വിജയിക്കാൻ സിസ്റ്റത്തിന് സാധിക്കുമോ എന്നാണ്. ഇപ്പൊ നമുക്ക് ആരുടെയും മൂക്കുകയറിടാൻ പറ്റില്ല, ഫേക്ക് ഐഡികൾ ധാരാളമായി ഉണ്ട്. തമ്പുകൾ, അതായത് ഓരോ വീഡിയോകളുടെയും ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടിയിരുന്ന തമ്പുകൾ, അതുപോലെ ഇതിനൊക്കെ ഉപരിയായത് ഡിജിറ്റൽ തെളിവ് കൂടിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന അവസ്ഥയിൽ ഈ സിസ്റ്റത്തിന് എത്ര കണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യാൻ കഴിയുമെന്നൊരു ചോദ്യമാണ്. അത് എളുപ്പമല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം കുറച്ചു കാലം മുമ്പ് ഇതൊരു നിയമപരമായിട്ടുള്ള ഒരു ഡിബേറ്റ് ആയിരുന്നു. കേന്ദ്ര സർക്കാർ തന്നെ ഒരു ഡിജിറ്റൽ പോളിസി കൊണ്ടുവരുന്ന സമയത്ത് പ്രപ്പോസ് ചെയ്തിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരാൾ വളരെ അക്കൗണ്ടബിളായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു ID കാർഡുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മളിപ്പോൾ ഈ എല്ലാ കാര്യത്തിനും ആധാറിൻ്റെയും മറ്റുമൊക്കെ ലിങ്ക് ചെയ്യുന്നത് പോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഏതൊക്കെയാണോ അത് ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡ് സിസ്റ്റമാണ് അല്ലെങ്കിൽ ഒരു നിയമമാണ് എന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ സേവനങ്ങൾ നൽകുന്ന ഏതൊരു എൻറ്റിറ്റി ആണെങ്കിലും അവർ മാൻഡേറ്ററി ആയിട്ട് ഒരു ഗവൺമെൻറ് ID കാർഡ് ചോദിച്ച് അത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഒരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും അത് കൈവശം വെക്കാനും നമ്മളെ അനുവദിക്കുക എന്ന രീതിയിലേക്കുള്ള ഒരു സിസ്റ്റം പ്രപ്പോസ് ചെയ്തിരുന്നു. മുമ്പ് ഒരുപക്ഷെ സർക്കാർ തന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മദ്രാസ് ഹൈക്കോടതി ഉൾപ്പെടെ പല സൈബർ കേസുകളും കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിസ്റ്റം എന്തുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നുകൂടാ എന്ന രീതിയിലത്തേക്ക് സർക്കാരിനോട് തന്നെ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരാളിൻ്റെ ID പുറത്ത് വരികയാണ് എങ്കിൽ അതിന് പുറത്ത് കുറേയധികം റെസ്ട്രിക്ഷൻസ് വരും. അതായത് ഞാനിപ്പോൾ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ്, ആ സംവിധാനത്തിലുള്ള കുറേയധികം പുഴുക്കുത്തുകളെക്കുറിച്ച് എനിക്ക് പറയേണ്ടതുണ്ട്. പക്ഷേ എൻ്റെ ജോബ് സെക്യൂരിറ്റി വെച്ചിട്ടാണെങ്കിലും അതല്ല എൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി വെച്ചിട്ടാണെങ്കിലും ആസ് എ പേഴ്സൺ എൻ്റെ നമ്മുടെ സുരക്ഷിതത്വം തുടങ്ങിയ കുറേ കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണെങ്കിലും എനിക്ക് അത് എൻ്റെ ID-യിൽ നിന്ന് പറയാനായിട്ട് ചിലപ്പോൾ സാധ്യമാവില്ല. അപ്പോൾ അനോണിമിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഗ്യാരണ്ടി ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം, നിയമപരമായിട്ട് തന്നെ സർക്കാർ സംവിധാനത്തിനുള്ളിൽ തന്നെ വിസിൽ ബ്ലോവർ പോളിസികളുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ കുറേ തെറ്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു വിസിൽ ബ്ലോവർ ആകാനായിട്ടുള്ള ഒരാളിന് അയാളുടെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അയാൾക്ക് അതിനെപ്പറ്റി പറയുന്നതിനുള്ള അവകാശങ്ങൾ ഗവൺമെൻറ് തന്നെ പലപ്പോഴും നൽകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു എതിർവാദം എന്ന് പറയുന്നത് തന്നെ എല്ലാ ID-കളും ഇതേപോലെ തന്നെ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൊടുക്കുന്നത് എങ്കിൽ ഈ സിസ്റ്റത്തിലുള്ള തെറ്റായിട്ടുള്ള സംവിധാനത്തിനെ പറ്റി പറയുന്നതിന് നമുക്ക് അനോണിമിറ്റി ഗ്യാരണ്ടി ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ലാതാവുകയും അതുകൊണ്ട് തന്നെ കുറേയധികം കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുകയോ ചെയ്യുന്നതിന് കുറേയധികം തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വാദമുണ്ട്. എത്ര ആൾക്കാരാണ് ജെനുവിനായിട്ട് ഇത്തരത്തിൽ എക്സ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിസിൽ ബ്ലോവർമാരാകുന്നത് എന്നുള്ളത് മറ്റൊരു വശമാണ്. പക്ഷേ അങ്ങനെ ഒരു വിസിൽ ബ്ലോവർ ആകാനുള്ള ഒരു സ്വാതന്ത്ര്യം, ആ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു സ്പേസ് എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്തം നമ്മുടെ സംവിധാനത്തിന് കൂടിയുണ്ട്. അപ്പോൾ ഇതൊരു വളരെ തിൻ ലൈനാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കാം, എന്തൊക്കെ മോശം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പോൾ ഈ നല്ല കാര്യത്തിനും ഇത് ഉപയോഗിക്കാം എന്നുള്ള ഒരു ലാർജർ കോണ്ടെക്സ്റ്റിനെ എടുത്തുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് കുറേയധികം ഫേക്ക് ID-കൾ ഉണ്ടാക്കിയിട്ട് വായിൽ തോന്നിവാസം എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യമായിട്ട് കുറേയധികം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ലിങ്കിങ് ഉണ്ടാകുന്നതിനെ അപ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇതുകൊണ്ട് ഉണ്ടാകുന്ന നമ്മൾ ഈ പറയുന്ന ചില ഗുണങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ദോഷം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനെ തന്നെയാണ് ഇത് ദുരുപയോഗിക്കുന്നത്. അതായത് കൃത്യമായി അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനവും കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഹണിറോസിന് ഒരുപക്ഷെ ഈ കേസ് കൊടുക്കുന്ന സമയത്ത് അത് അന്വേഷിച്ച് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരെയും കസ്റ്റഡിയിൽ എടുക്കുന്നതിന് പോലീസിന് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. മറിച്ച് ഇപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ID-കൾ ആരൊക്കെയാണ്, ഏതൊക്കെയാണ്, ഇതുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ ആരുടേതാണ്, ഇതൊക്കെ തന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ മെറ്റ എന്ന് പറയുന്ന കമ്പനിയൊക്കെ ഇവിടെ കൊടുക്കണം. ഇതിനൊക്കെ തന്നെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതൊക്കെ തന്നെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള വളരെ ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരുപക്ഷെ വളരെ സാമൂഹ്യ ശ്രദ്ധ കിട്ടുന്ന, മാധ്യമ ശ്രദ്ധ കിട്ടുന്ന ഹണിറോസ് ഒരു പരാതി കൊടുത്താൽ അതിന് പുറത്ത് ഒരുപക്ഷെ പോലീസ് ആക്ട് ചെയ്തു എന്ന് വരും.
എല്ലാ ആൾക്കാരും കൊടുത്തു കഴിഞ്ഞാലോ? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും, ഹണി റോസ് മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും ഇതിന് വിധേയരാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ബിസിനസ്സുകാരൻ്റെ 10-1 സ്വാധീന ശക്തി ഇല്ലാത്ത ആൾക്കാർക്ക് പോലും പോലീസ് സംവിധാനത്തിനെ സ്വാധീനിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ കൊടുക്കുന്ന കുറേയധികം പരാതികളുടെ പുറത്ത് നമ്മളിത് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ലേ, പോലീസുകാരിൽ പോലും നിങ്ങളുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോകൾ ഇതൊക്കെ തന്നെ നിങ്ങൾ എന്തിനാണ് ഷെയർ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാകാം. അപ്പോൾ നമ്മുടെ നിയമപരമായിട്ട് ഒരാളിന് കിട്ടുന്ന സുരക്ഷ എന്താണോ ആ സുരക്ഷ പല ആൾക്കാർക്ക് പല കാറ്റഗറിയിലാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ലാർജർ കോണ്ടെക്സ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള അസഭ്യം പറയുന്ന, ആഭാസം പറയുന്ന ആൾക്കാരെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ചെയ്യേണ്ടതാണ്. അതല്ല എങ്കിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു കോണ്ടന്റ് ഫിൽട്രേഷൻ കൊണ്ടുവരാൻ സാധിക്കും. അതായത് ചില വാക്കുകൾ ഇതൊക്കെ വെച്ചതിന് ശേഷം അത്തരത്തിലുള്ള കമൻറ്റുകൾ എല്ലായ്പ്പോഴും ഹിഡൻ ആയിരിക്കും. ആ കമൻറ്റുകൾ പബ്ലിഷ് ചെയ്യപ്പെടുകയില്ല തുടങ്ങിയ കാര്യങ്ങളോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമൻറ്റുകൾ വരികയാണെങ്കിൽ അതിനെ പോലീസ് സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സൈബർ സിസ്റ്റത്തിലേക്കൊക്കെ തന്നെ വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റൂട്ടിംഗ് സംവിധാനമോ ഒക്കെ തന്നെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ഉണ്ടാകേണ്ടതാണ്. ഇതൊന്നും തന്നെ നിലവിലില്ല. അപ്പോൾ വേണമെങ്കിൽ എന്താ ചെയ്യുക, എനിക്കൊരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ട്, അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അതിൽ വരുന്ന ഇന്ന വാക്കുകളെ ഫിൽട്ടർ ചെയ്ത് അങ്ങനെയുള്ള കമൻറ്റുകളെ ബ്ലോക്ക് ചെയ്യുന്നതിനും പബ്ലിഷ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നതിനും എനിക്ക് വേണമെങ്കിൽ ശ്രമിക്കാം. ഞാൻ പറയുന്നത് ഫേസ്ബുക്ക് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിന് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാം? കുറേ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് അവർ ഫിൽട്രേഷൻ കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. പക്ഷേ അത് കോണ്ടെക്സ്റ്റുവൽ ആയിരിക്കില്ല. ഇപ്പോൾ ഞാൻ നിന്നെ തട്ടും എന്ന രീതിയിലത്തേക്ക് ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് വിചാരിക്കുന്നത് അതിനെ ഒരു ഡെത്ത് ത്രെട്ടായിട്ടാണ്. അതിനെയൊക്കെ ചിലപ്പോൾ അവർ ബ്ലോക്ക് ചെയ്യും. പക്ഷേ അശ്ലീലമായിട്ടുള്ള പരാമർശങ്ങൾ പറയുന്ന സമയത്ത് അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇഫക്റ്റീവായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ കുറേയധികം അസഭ്യ കമൻറ്റുകൾ മറ്റുള്ള ആൾക്കാർ കാണുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് തന്നെ ഒഴിവാക്കാം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കമൻ്റ് ഇടുന്ന ഒരാൾ മാത്രമല്ല. കമൻ്റ് ഇടുന്ന ഒരാൾ ഈ അനാവശ്യമായിട്ടുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അപകടം എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള തിരിച്ചറിവില്ലാതെ വായിൽ തോന്നുന്ന അശ്ലീലം പറയുന്നു. അതിനെ ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി ചേട്ടന്മാർ വേറെയുണ്ട്. അതിൽ പലപ്പോഴും ആയിരക്കണക്കിന് ലൈക്കുകൾ കിട്ടുന്ന മോശം കമൻറ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരേ രീതിയിൽ തന്നെ ചിന്തിക്കുന്ന ഞങ്ങളുടെ ഒരു പ്രതിനിധിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് കരുതി ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരെ മാത്രമേ അല്ലേ ഇപ്പോൾ പോലീസ് പിടിക്കുകയുള്ളൂ. അല്ലാതെ ഈ ലൈക്ക് ഇടുന്ന ആൾക്കാരും ഇതേ മനോവൈകൃതമുള്ള ആൾക്കാർ തന്നെയാണ്, അല്ലാതെ അതിലൊട്ടും കുറവുള്ള ആൾക്കാരല്ല. പക്ഷേ അവരെ പിടിക്കാനുള്ള ഒരു സംവിധാനമല്ല. ഒരു കമൻറ്റ് ലൈക്ക് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഇവിടെ ആരെയും അറസ്റ്റ് ചെയ്യുകയോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയോ ചെയ്യുന്ന സംവിധാനമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്നെങ്കിൽ ഈ കമൻറ്റ് അവിടെ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ ഒരു ലിങ്കിങ് സംവിധാനം, ഈ അക്കൗണ്ട് ഒരാളിൻ്റെ ഐ ഡിയുമായി ചേർക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ലിങ്കിങ് സംവിധാനം ഇല്ല എങ്കിൽ കൂടുതൽ അക്കൗണ്ടബിലിറ്റി ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് കൊടുത്ത് മോശമായിട്ടുള്ള കമൻറ്റുകളെ ഫിൽട്ടർ ചെയ്ത് അതില്ലാതെയാക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് ഈ കമ്പനികൾക്ക് നിയമപരമായിട്ടുള്ള ഒരു ബാധ്യത കൂടി കൊണ്ടുവരണം. അപ്പോൾ അതിലൊരു ടോളറൻസ് ഇത്ര ലിമിറ്റ് മാത്രമേ ചെയ്യുകയുള്ളൂ. അവരുടെ റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യട്ടെ, അവരുടെ ഡാഷ്ബോർഡുകൾ പബ്ലിഷ് ചെയ്യട്ടെ, ഇത്ര കമൻറ്റുകൾ വന്നു, ഞങ്ങളുടേത് ഇത്ര മാത്രമേ ഞങ്ങളുടെ സംവിധാനത്തെ അതിജീവിച്ചു പോയുള്ളൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. ആ അക്കൗണ്ടബിലിറ്റി ഇവിടെയുള്ള സോഷ്യൽ മീഡിയ ഭീമന്മാർക്ക് ഇല്ല എന്ന് വരാനും പാടില്ല. അപ്പോൾ ഇതൊരു സമഗ്രമായിട്ടുള്ള ഹാൻഡിൽ ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. അതല്ലാതെ കേവലം ഒരു വ്യക്തിയുടെ വിഷയത്തിൽ നമ്മളിതിലൊരു സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ അതിന് പരിഹാരമായി എന്ന് ചിന്തിക്കാൻ കഴിയുന്ന വിഷയമല്ല. മറിച്ച് ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ഈ സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് സർക്കാരുകളാണ് ചിന്തിക്കേണ്ടത്. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ കമ്പനികളാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറേയധികം അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനൊരു വ്യക്തിപരമായ ചോദ്യം. ഇപ്പോ ശ്രീത് പണിക്കർ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. അതിനകത്ത് താങ്കൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. താങ്കളുടെ കമന്റ് എന്താണ് എന്ന് കേൾക്കാനുണ്ട്. അപ്പൊ ദാറ്റ് മീൻസ് ഒരു സോഷ്യൽ ഐക്കണായി മാറിയിരിക്കും. സ്വാഭാവികമായും ഈ താങ്കൾ പറഞ്ഞ അഭിപ്രായം ഇഷ്ടമല്ലാത്ത ആളുകൾ സോഷ്യൽ ലിഞ്ചിങ് നടത്താറുണ്ട്. ധാരാളമായി ഷെയിം ചെയ്യുന്ന കമന്റുകളും ഒക്കെ കമന്റ് ബോക്സിൽ വരാറുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കില്ല, മറ്റൊരു തരത്തിലായിരിക്കും താങ്കൾക്ക് ഉണ്ടാകുന്ന ഓൺലൈൻ ലിഞ്ചിങ്ങുകൾ വരുന്നത്. ഇതിനെ എങ്ങനെയാണ് നേരിടുന്നത്? ചിലപ്പോൾ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഒരു ഇതുണ്ടാവും, അതിന്റെ മൈൻഡ് സെറ്റും കാര്യങ്ങളും. ഞാൻ 1 കിട്ടിയാൽ 10 കൊടുക്കുന്ന നേച്ചറുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇതിലുള്ള ആൾക്കാരോട് ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല. ഞാൻ എല്ലാ കമൻറ്റുകളും ഒന്നും കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷേ മോശമായ രീതിയിലുള്ള പരാമർശമുള്ള കമൻറ്റുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇഫ് യു ആർ ബാഡ് ഐ എം യുവർ ഡാഡ് എന്നുള്ള പോളിസി മാത്രമേ ഞാൻ അവരോട് സ്വീകരിക്കാറുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരോട് നമ്മൾ സോഫ്റ്റ് ആയതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവുമില്ല. ഇവരെ ഉപദേശിച്ച് നമുക്ക് നന്നാക്കാനും കഴിയില്ല. അപ്പോൾ ഇവരെന്താണോ പറയുന്നത് അതേ രീതിയിൽ തന്നെ തിരിച്ച് പ്രതികരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഒരു പക്ഷേ ആദ്യം അനുമോൾ എന്ന നടിയുടെ ഉദാഹരണം പറഞ്ഞത്. അവരുടേതായിട്ടുള്ള ചില ചിത്രങ്ങൾ അവർക്ക് ഫേസ്ബുക്കിൽ ഏത് ആംഗിളിൽ എങ്ങനെ ഇടണം എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്.
അവർ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ ഇട്ടിരുന്ന സമയത്ത് മോശമായിട്ടുള്ള കമൻറ്റുമായി വന്നിരിക്കുന്ന ആൾക്കാരോട് രൂക്ഷമായ ഭാഷയിലാണ് അവർ പ്രതികരിച്ചത്. ഞാൻ പറയുന്നത് പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ ഇതേ രീതിയിൽ തന്നെ പറയണം. ഞാൻ ഇത്തരത്തിലുള്ള പല കമൻറ്റുകളും റിപ്ലൈ ഇട്ടതിന് ശേഷം അതിനെ എടുത്ത് സ്റ്റാറ്റസ് ആക്കി ഇടാറുണ്ട്. സ്റ്റാറ്റസ് ആക്കി ഇടുന്നത് അയ്യോ ഞാൻ ദാ ഇങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞ് ഞാൻ വലിയ ഹീറോ ആയി എന്ന് പറയാനല്ല, ഇവരെ എക്സ്പോസ് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. ഫേക്ക് ഐ ഡികൾ നമ്മൾ അങ്ങനെ ഇട്ടതുകൊണ്ട് കാര്യമില്ല, പക്ഷേ ജെനുവിൻ ഐ ഡികളിൽ നിന്ന് വന്നു പോലും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ എക്സ്പോസ് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ്. നമുക്ക് എല്ലാ ആൾക്കാർക്കും എതിരെ കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ കേസിൻ്റെ പിന്നാലെ നടക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റം എത്രത്തോളം വളരെ ടീഡിയസ് ആണ്, നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ചില ഘട്ടങ്ങളിൽ നമ്മൾ അങ്ങനെ പ്രേരിപ്പിക്കപ്പെട്ടേക്കാം. അല്ലാത്ത ഘട്ടത്തിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഞരമ്പന്മാരുടെ ചെവിക്ക് പിടിച്ചൊരു കിഴുക്ക് കൊടുക്കുകയെങ്കിലും നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി ശക്തമായിട്ട് പ്രതികരിക്കുക, അല്ലാതെ ഇവരെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുടെ കമൻറ്റുകൾ നമ്മൾ നോക്കിയാൽ മതി. ചില ആൾക്കാരൊക്കെ തന്നെ ഹാബിച്വൽ ഒഫൻഡേഴ്സാണ്. അവർ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ട് മോശമായ രീതിയിലേക്കുള്ള കമൻറ്റുകൾ പറയാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയോട് പറയുന്ന രീതിയിലായിരിക്കില്ല പുരുഷനോട് പറയുന്നത്. സ്ത്രീ അതിനെ ഏത് രീതിയിൽ മനസ്സിലാക്കുന്നു എന്ന രീതിയിലായിരിക്കില്ല പുരുഷൻ അതിനെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പുരുഷന്മാരുടെ തന്നെ വീട്ടിലുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ കുടുംബത്തിൽ ഇപ്പോൾ എൻ്റെ മകൾ, ഭാര്യ, അമ്മ, ഈ ആൾക്കാരെയൊക്കെ ചേർത്ത് തന്നെ മോശമായിട്ടുള്ള കമൻറ്റ് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരേ തരത്തിലുള്ള വികാരമാണ്. അങ്ങനെയുള്ള ആൾക്കാരോട് ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പ്രകോപനപരമായിട്ട് ആൾക്കാർ സംസാരിച്ചു കഴിഞ്ഞാൽ ചെവിക്കലിനൊരു അടി കൊടുക്കുകയായിരിക്കും ചിലപ്പോൾ ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ അതിന് പറ്റാത്ത ആൾക്കാർ ഈ രീതിയിലേക്കെങ്കിലും പ്രതികരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മിനിമം വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു അക്രമത്തിലേക്ക് പോവുക എന്നുള്ളതല്ല, മറിച്ച് ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്ന ആൾക്കാർക്ക് അത് ഡിസർവ് ചെയ്യുന്ന രീതിയിലേക്കുള്ള മറുപടി കൊടുക്കുക. അതെല്ലാവരും ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ ചിന്തിച്ചും കണ്ടും മാത്രമേ ആൾക്കാരൊക്കെ ഇതിന് മുതിരുകയുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലൊരു മോഡറേഷൻ, ഒരു കമൻറ്റ് അല്ലെങ്കിൽ കോണ്ടൻറ്റ് മോഡറേഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ്. അതിന് ഈ ഇത്തരം കമ്പനികളോട് തന്നെ പറഞ്ഞ് അവർക്ക് തന്നെ അതിന് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം എല്ലാ ഭാഷകളിലും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ലഭ്യമാണ്. ഗുജറാത്തിൽ ലഭ്യമാണ്, മലയാളത്തിൽ ലഭ്യമാണ്, തമിഴിൽ ലഭ്യമാണ്, ഇംഗ്ലീഷിൽ മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഏതൊക്കെ വാക്കുകളാണ് മോശമായിട്ടുള്ള വാക്കുകൾ എന്നതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള കമൻറ്റുകളെ പൂർണ്ണമായും ഒഴിവാക്കുക. അതായത് അക്രമത്തിന് പ്രേരണ നൽകുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ അസഭ്യമായിട്ടുള്ള കാര്യങ്ങൾ, അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെയെല്ലാം ഒഴിവാക്കാൻ ഈ കമ്പനികളെ പ്രേരിപ്പിക്കുക. അതിനുള്ള ഒരു സിസ്റ്റം, അതിനുള്ള ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്തിട്ട് അത്തരത്തിലുള്ള കീവേഡുകളെ ഫിൽട്ടർ ചെയ്യുന്ന രീതിയിലത്തേക്കും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഇട്ട് കഴിഞ്ഞാൽ അത് കോണ്ടെക്സ്റ്റുവലി നോക്കുന്ന സമയത്ത് മോശമായിട്ടുള്ള പദപ്രയോഗമാണ് എന്ന് കണ്ട് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളെ ഇൻസ്റ്റൻ്റ്ലി അതിനെ സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വ്യാജ അക്കൗണ്ടിൽ നിന്ന് ഒരു തവണയെ കമൻ്റ് ഇടും, ആ കമൻറ്റ് പബ്ലിഷ് ചെയ്യപ്പെടുകയുമില്ല, അത് ബ്ലോക്ക് ചെയ്യപ്പെടുകയും ചെയ്യും. അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് മറ്റൊരു അക്കൗണ്ടിനെ വീണ്ടും ക്രിയേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാതിരിക്കുക. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിൽ തന്നെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും. ഇതിനെ കുറച്ച് കൊണ്ടുവരിക. പൂർണ്ണമായിട്ട് നിർത്താനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ സാധിക്കണമെന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ഇല്ലാതെയാക്കാൻ കഴിയും. ഇപ്പം ഹണി റോസിൻ്റെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു വീഡിയോ, ആ വീഡിയോയുടെ താഴെ പോയി ഒരു കൂട്ടം ആൾക്കാർ അശ്ലീല കമൻറ്റ് പറയുന്ന സമയത്ത് അതിൽ ഒരെണ്ണത്തിനെ മാത്രം എടുത്തിട്ട് നമ്മൾ കോൺടെക്സ്റ്റുവലായിട്ട് പറയുകയല്ല, മറിച്ച് അവിടെ ഒരു സൈബർ അറ്റാക്ക് നടക്കുന്നു എന്ന് ഒരു സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ കഴിയണം. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയണം. കാരണം ഇങ്ങനെയുള്ള കമൻറ്റുകളാണ് ഇവിടെ വരുന്നത് എന്നുള്ളത്. കാരണം ഇന്ന് കൂടുതലായിട്ട് മെഷീൻസ് ആണല്ലോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ ആൾക്കാരുടെ നേരിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ്റെ ഭാഗമായിട്ടല്ല. അത് ആ ഒരു സിസ്റ്റം ഇവർക്ക് കൂടി ആ ഒരു കപ്പാസിറ്റി ഇവരുടെ സിസ്റ്റത്തിന് കൂടി ഉണ്ടായി വരികയാണെങ്കിൽ നാച്ചുറലി അവിടെ വരുന്ന മോശം കമൻറ്റുകൾ എക്സ്പോസ് ചെയ്യപ്പെടാതെ ഇരിക്കും. ഈ ആൾക്കാരെല്ലാം തന്നെ നോക്കുന്നത് എന്തിനാണെന്നറിയോ? ഒരു സ്ത്രീയെ മോശമായിട്ടുള്ള ഒരു കമൻറ്റ് അടിച്ചു കഴിയുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ആ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ ഹണി റോസ് നേരെ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലത്തേക്കുള്ള വസ്ത്രമിട്ട് നാളെ മുതൽ നടക്കണം എന്നതിന് വേണ്ടിയിട്ടല്ല. ഞാനൊരു വലിയ ആളായി, എനിക്ക് ഇത്ര പിന്തുണയുണ്ട്, എനിക്ക് ഇത്ര ലൈക്ക് കിട്ടി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ ഒരു കമൻറ്റ് എവിടെ ഇടുന്നു, ആ കമൻറ്റിൽ ആരും ലൈക്ക് ചെയ്യാൻ പോയില്ല എങ്കിൽ പിന്നീട് ആ കമൻറ്റ് ഇടുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത അതേപോലെ ഒരു കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അയാൾ പ്രചോദിതനാകണമെന്നില്ല. മറിച്ച് കുറേയധികം ആൾക്കാർ ഇയാൾ പറയുന്നിടത്ത് ഞാൻ കണ്ടൊരു കാര്യം, ഹണി റോസ് ഇന്നലെ 2 ദിവസങ്ങളിൽ എടുത്ത പോസ്റ്റുകളെല്ലാം തന്നെ എല്ലാം മികച്ച കമന്റുകളാണ്. ഹണി റോസിന് ഐക്യദാർഢ്യവും ഒരു മോശപ്പെട്ട ഹണി റോസിന് ഇത്രയും ദിവസവും അസഭ്യം പറഞ്ഞിരുന്ന ഒരു കമന്റുകൾ പോലും ഞാൻ മുഴുവൻ നോക്കി, ഒന്നുപോലുമില്ല. അപ്പൊ ഞരമ്പന്മാർ പേടിച്ചിട്ടുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു തട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇത് പ്രശ്നമാകും എന്ന രീതിയിലത്തേക്ക് ഒരു തോന്നലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ നമ്മൾ പറയുമ്പോൾ ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ ഒരു കമൻ്റ് അടിക്കുന്നത് എന്തിൻ്റെ അർത്ഥത്തിലാണ്? നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ പണ്ട് മുതലേ, അതായത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പേ തന്നെ സ്ത്രീകൾ ഇപ്പോൾ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു അരയാലിൻ്റെ ചുവട്ടിലിരിക്കുന്ന കുറേയധികം ചെറുപ്പക്കാരുണ്ടായിരിക്കും. ഇവരൊരു കമൻറ്റ് പറയും. ഈ കമൻറ്റ് പറയുന്നത് എപ്പോഴായിരിക്കും? ഒരു കൂട്ടമായിരിക്കുന്ന സമയത്താണ്. ഒറ്റയ്ക്ക് ഒരുത്തൻ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് ധൈര്യം ഉണ്ടാവുകയില്ല.
അത് എല്ലാ മോശം കമൻറ്റുകൾ പറയുന്നവനാണെങ്കിലും അവൻ ഒറ്റയ്ക്ക് ഒരിടത്തിരിക്കുകയാണ്, ഒരു സ്ത്രീ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവൻ ഒരു കമൻറ്റും പറയില്ല. പക്ഷേ അവൻ്റെ ഒരു 2 കൂട്ടുകാരൊപ്പം ഉണ്ടെങ്കിൽ, ഒരു സംഘമാണ് എങ്കിൽ അത് പറയും. കാരണം ആ സമയത്ത് വരുന്ന ഒരു മോബിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ധൈര്യമുണ്ട്. ഇവരെല്ലാവരും എൻ്റെ പിന്തുണയാണ്, ഞാൻ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഇവന്മാരെ പ്രോത്സാഹിപ്പിച്ചോളും. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ബിഹേവിയർ അത് തന്നെയാണ്. ഒരുത്തൻ കമൻ്റ് ഇടുന്നു, ആ കമൻ്റ് ഇടുന്ന സമയത്ത് ഇവന് പരിചയമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേയധികം ആൾക്കാർ അവിടെ വന്ന് ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് പറയുന്നു, ഇവനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട്. ആ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ നടന്നു പോകുന്ന സ്ത്രീ എനിക്കിഷ്ടമുള്ള രീതിയിലത്തേക്ക് വസ്ത്രധാരണം ചെയ്ത് നടന്നു പോകണമെന്നോ, ഹണി റോസ് നാളെ ഒരു ഉദ്ഘാടനത്തിന് പോകുന്ന സമയത്ത് ഞാൻ പറയുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കണമെന്നോ ഉള്ള താല്പര്യത്തിനൊന്നുമല്ല, ഇങ്ങനെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. മറിച്ച് ഇത് പറയുന്ന സമയത്ത് കിട്ടുന്ന ഒരു സുഖം, ആ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് സുഖം കിട്ടുന്നത് ഇവരുടെ കമൻ്റ് അവിടെ കിടക്കുമ്പോഴും അത് മറ്റുള്ള ആൾക്കാർ കാണുമ്പോഴും അതുമായി എൻഗേജ് ചെയ്യുമ്പോഴുമാണ്. മറിച്ച് അതിനുള്ള ഒരു സ്കോപ്പേ അവിടെ ഇല്ല എന്ന് വെച്ചോളൂ. ഈ കമൻറ്റ് നീ എത്ര കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലും മോശം കമൻ്റ് ആണെങ്കിൽ അത് എക്സ്പോസ് ചെയ്യപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ അതിന് ലൈക്ക് ഉണ്ടാവില്ല, നാച്ചുറലി ഇത് ഇല്ലാതെയാകും. അപ്പോൾ സംഭവിക്കുന്നത് എന്താ, ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യം അതാണ്. അതായത് നേരത്തെ ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യുന്ന ഞരമ്പന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഇൻക്രീസ്ഡ് വിജിലൻസ് ആൾക്കാരുടെ ഇടയിലുണ്ട്. സംവിധാനം നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ആൾക്കാർ നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഞാൻ എക്സ്പോസ് ചെയ്യപ്പെടുമെന്നുള്ളൊരു ഭയമുണ്ട്. അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള കമൻറ്റ് ചെയ്യുന്ന, നാട്ടിൻപുറത്തെ കലുങ്കിൻ്റെ പുറത്തിരുന്ന് കമൻറ്റ് ചെയ്യുന്നവനായാലും സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ഇടുന്നവനായാലും ഭീരുവാണ്. ഇവൻ അടിസ്ഥാനപരമായി ഭീരുവാണ്. അല്ലാതെ ഇവനൊരു വലിയ ഞാൻ വലിയ ആണത്തമുള്ളവനാണ് ഒന്നുമല്ല. ഇവൻ വെറും അടിസ്ഥാനപരമായിട്ടുള്ള ഭീരുവാണ്. അങ്ങനെയുള്ള ഭീരു ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് കമൻറ്റ് ഇടാനായിട്ട് പോവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറേ കാലം കഴിയുമ്പോൾ ഈ വിഷയമെല്ലാം മാറി ഹണി റോസ് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇടാതെ ഇരിക്കുന്ന സമയത്ത് വേറൊരു ഘട്ടത്തിൽ ഈ ചേട്ടന്മാർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഹണി റോസിനെ എവിടെയെങ്കിലും കണ്ടാൽ, അതൊരു പക്ഷേ അവരുടെ സിനിമയുടെ പോസ്റ്റർ ആയിരിക്കാം, അതല്ലെങ്കിൽ അത് ഒരു ഉദ്ഘാടന ചടങ്ങായിരിക്കാം, അതല്ലെങ്കിൽ അവരിടുന്ന ഏതെങ്കിലും ഒരു പടമായിരിക്കാം, അതിൽ ഇവർക്ക് താല്പര്യമില്ലാത്ത രീതിയിലത്തേക്കുള്ള ഒരു സംഭവം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇവന്മാർ വീണ്ടും തലപൊക്കും. കാരണം ഈ ഞരമ്പ് എന്ന് പറയുന്ന ഒരു ഇൻഹറൻറ്റ് പ്രോബ്ലമാണ്. അതല്ലാതെ നമ്മൾ ഈ പെട്ടെന്ന് ഉണ്ടാകുന്ന പൊടുന്നനെ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. വൺസ് ഞരമ്പൻ ഓൾവേസ് ഞരമ്പൻ. ഈ രീതിയിലാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുക, അത് നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഒരുപാട് സന്തോഷം ശ്രീത് പണിക്കർ അഭിപ്രായം വ്യക്തമാക്കിയതിൽ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം അത് ആ സ്ത്രീയുടെ മാത്രം ഇഷ്ടമാണ്. ഹണി റോസിനെതിരെ വ്യാജമായി സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അവർ പണം ആവശ്യപ്പെട്ട് എഗ്രിമെന്റിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പണം കൊടുത്ത് അവിടെ ആ നടിയെ കൊണ്ടുവന്നു എന്നതിനർത്ഥം നിങ്ങളുടെ വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയാം എന്നതല്ല. എന്തായാലും ഹണി റോസ് തന്റെ നിയമ നടപടികളെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഓൺലൈൻ ഞരമ്പന്മാർ പേടിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഹണി റോസിന് എല്ലാവിധ ഐക്യദാർഢ്യവും രേഖപ്പെടുത്തുകയാണ്. ഞരമ്പന്മാരും മുതലാളിമാരും ഒക്കെ ഒന്ന് പേടിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു മാനേജർ.